1957 ഫെബ്രുവരി 25 ഒരു തണുത്ത പ്രഭാതം. ഫിലാഡൽഫിയയിലെ ഫോക്സ് ചേസ് റോഡിൽ കാടുപിടിച്ചൊരു പ്രദേശത്ത് നായ്ക്കളെ നടത്താൻ പോയ ഫ്രെഡറിക് ബെൻസിംഗർ എന്ന കോളേജ് വിദ്യാർത്ഥി കണ്ടെത്തിയത് അമേരിക്കൻ ക്രിമിനൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരൂഹമായ കേസുകളിൽ ഒന്നിൻ്റെ തുടക്കം മാത്രമായിരുന്നു. കാട്ടുചെടികൾക്കിടയിൽ ഒരു കാർഡ്ബോർഡ് പെട്ടി കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. സാധാരണ ഒരു പെട്ടി പോലെ തോന്നിയെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു ചെറിയ ആൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. നഗ്നമായ നിലയിൽ പല മുറിവുകളും പാടുകളും ഏറ്റ് കിടക്കുന്നതായിരുന്നു ആ കാഴ്ച. വിറച്ച കൈകളോടെ ബെൻസിംഗർ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. മിനിറ്റുകൾക്കകം പോലീസ് സംഘം സ്ഥലത്തെത്തി. കുട്ടിയുടെ മൃതദേഹം കണ്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. ഒരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു അത്. 4 മുതൽ 6 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി. കുട്ടിയുടെ ബോഡി കണ്ട ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ല വൃത്തിയായി വെട്ടിയ മുടിയും കൃത്യമായി മുറിച്ച നഖങ്ങളുമാണ്. അങ്ങനെ പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവർ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ പെട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു. അത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് JC പെനി സ്റ്റോറിൽ നിന്നുള്ള ഒരു പെട്ടിയായിരുന്നെന്ന് പിന്നീട് മനസ്സിലാക്കി. പക്ഷേ അത് വലിയൊരു തെളിവായിരുന്നില്ല. ഉടനെ തന്നെ പോലീസ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കുട്ടിയുടെ പ്രായം 4 മുതൽ 6 വയസ്സും ഉയരം 3 അടി 4 ഇഞ്ചും കുട്ടിയുടെ ഭാരം 13 കിലോയും നീലക്കണ്ണുകൾ, തവിട്ടു നിറത്തിലുള്ള മുടി, ശരീരത്തിൽ നിരവധി പഴയതും പുതിയതുമായിട്ടുള്ള മുറിവുകൾ, മരണകാരണം തലക്കേറ്റ മുറിവാണെന്നും ഇതിനോടകം തെളിഞ്ഞു. കുട്ടിയുടെ വയറ്റിൽ കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം കണ്ടെത്തുകയും ചെയ്തു. കൂടുതൽ പരിശോധനയ്ക്കിടയിൽ അത് അരച്ച പപ്പടം പോലെ എന്തോ ഒന്നായിരുന്നു. ഇതായിരിക്കാം മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് കുട്ടി കഴിച്ച അവസാന ഭക്ഷണം. പോലീസ് അന്വേഷണം വിപുലമാക്കി. അങ്ങനെ കുട്ടിയുടെ ചിത്രങ്ങൾ പത്രങ്ങളിലും ടെലിവിഷനുകളിലും പ്രദർശിപ്പിച്ചു. അന്നത്തെ കാലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കണമെന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം ഫോട്ടോകൾ പോലും പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. പക്ഷേ ആരും കുട്ടിയെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അമേരിക്കയിൽ കാണാതായ കുട്ടികളുടെ റിപ്പോർട്ടുകളുമായി താരതമ്യം വരെ ചെയ്തു നോക്കി. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇതൊക്കെ നടന്നിട്ടും ആരും തന്നെ ആ സമയങ്ങളിൽ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതുമില്ല. അത് ഈ കേസിനെ കൂടുതൽ ദുരൂഹമാക്കി. ഫിംഗർ പ്രിൻസും വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴിയും പോലീസിന് അടഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1960 അന്വേഷണത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായി. സ്റ്റീഫൻസ് ഹോം എന്ന അനാഥാലയത്തിലെ ഒരു മുൻ ജീവനക്കാരി രഹസ്യമായി പോലീസിനെ സമീപിച്ചു.